അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താക്കും റമളാൻ ഷഹ്റുൻ മുബാറക്കുൻ. ഇമാം നസായി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ദീർഘിച്ച ഒരു ഹദീസിന്റെ തുടക്കമാണ് അത്താക്കും റമളാൻ, റമളാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു, ഷഹ്റുൻ മുബാറക്കുൻ, അത് അനുഗ്രഹീതമായ മാസമാണ് എന്നത്. ബർക്കത്തിന്റെ, അനുഗ്രഹത്തിന്റെ മാസമാണ് റമളാൻ. ആ അനുഗ്രഹം സ്വമേധയാ തന്നെ റമളാൻ വലിയ അനുഗ്രഹമാണ് എന്നിരിക്കെ ആ റമളാനിനകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഒരു വ്യക്തി, വിശ്വാസി സ്വന്തത്തിലേക്ക് ഏറ്റുവാങ്ങുമ്പോഴാണ് പൂർണ്ണമായും അനുഗ്രഹീതനായ വിശ്വാസിയായി ആ വ്യക്തി മാറുന്നത്. റമളാനെ 3 രൂപത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അതിലൊന്നാം വിഭാഗം ഷഅബാനിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും റമളാനിലേക്ക് എത്തിയപ്പോൾ ഇല്ല. ആകെയുള്ള വ്യത്യാസം പകൽ സമയത്തുള്ള നോമ്പും രാത്രിയിലെ നമസ്കാരവും മാത്രമാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം റമളാനെ ഏറ്റവും നന്നായി അറിഞ്ഞ് അനുഭവിച്ച് ഉപയോഗിച്ചവരാണ്. മൂന്നാമത്തെ വിഭാഗമാകട്ടെ റമളാനും ഷവ്വാലും ഒന്നും ഒരു വ്യത്യാസവുമില്ലാതെ കടന്നുപോയ ഹതഭാഗ്യരാണ്. യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടണമെങ്കിൽ റമളാൻ അനുഗ്രഹീത മാസമായി ഒരു വ്യക്തിക്ക് മാറണമെങ്കിൽ, അത് മുഖേന റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ റമളാനെ അറിഞ്ഞ് അനുഭവിച്ച് മുന്നോട്ട് പോകണം. വഴികളെ കുറിച്ച് മുയലുകളേക്കാൾ പറയാനുണ്ടാവുക ആമകൾക്കാണ്. കാരണം മുയലുകൾ വഴികളിലൂടെ ഒരൊറ്റ ഓട്ടം ഓടുകയാണ് ചെയ്യുക, മുയലോട്ടം. എന്നാൽ ആമകൾ വളരെ സ്ലോ, പതുക്കെ അറിഞ്ഞ് അനുഭവിച്ചാണ് നടക്കുക. മുയലിന്റെ ഓട്ടവും ആമയുടെ നടത്തവും. ഇതിൽ റമളാൻ മാസത്തിൽ നമ്മൾ ശീലിക്കേണ്ടത് ആ മാസത്തിലൂടെ എങ്ങനെയോ ഓടി തീർക്കലല്ല, വളരെ ഗൗരവത്തിൽ അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിച്ച് ഇബാദത്തുകൾ ഉള്ളറിഞ്ഞ് നിർവഹിച്ച് മുന്നോട്ട് പോകണം. ഒരു ആമ നടത്തം പോലെ നന്നായി റമളാൻ മാസത്തെ അനുഭവിക്കാൻ കഴിയണം. ഓരോ സന്ദർഭങ്ങളെയും ഉപയോഗിക്കാൻ കഴിയണം. ആർത്തിയോടെ, വലിയ താല്പര്യത്തോടെ നന്മകൾ വർദ്ധിപ്പിക്കണം. നന്മകളെ കൂടുതൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തി പ്രവർത്തിക്കണം. കുളത്തിന്റെ കരയിലിരിക്കുന്ന മീൻകൊത്തി പൊന്മാൻ എന്ന പക്ഷി കുളത്തിലെവിടെയെങ്കിലും അതിന്റെ വെള്ളത്തിൽ ഒരു മത്സ്യത്തിന്റെ ഇത്തിരി വെട്ടം കണ്ടാൽ പെട്ടെന്ന് പോയി റാഞ്ചിയെടുക്കുന്നത് പോലെ എല്ലാ നന്മകളെയും സ്വായത്തമാക്കാൻ കഴിയണം. കുറച്ച് നന്മകൾ വർദ്ധിപ്പിക്കുക എന്നതല്ല, പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുക. റമളാൻ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും സ്വന്തത്തിലേക്ക് ഏറ്റുവാങ്ങുക എന്നതാവണം ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട നിലപാട്. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല ജഅല ശഹ്റ റമളാൻ മിൽമാറൻ ലിഖൽഖി യസ്തബിഖൂന ഫീഹി ബിത്വാഅതി ഇലാ മർളാതി ഫസബഖ ഖൗമുൻ ഫഫാസു വതഖല്ലഫ ആഖറൂൻ ഫഖാബു വൽ അജബു മിനല്ലാഹി ഫീ ഹാദൽ യൗം അല്ലദീ യഫൂസു ഫീഹിൽ മുഹ്സിനൂൻ വയഖ്സറു ഫീഹിൽ മുബ്തിലൂൻ. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നു, അല്ലാഹു അവന്റെ സൃഷ്ടികൾക്ക് റമളാൻ മാസം മത്സരക്കളമായി നിശ്ചയിച്ചു നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാനായി അവന്റെ അനുസരണത്തിന് വിധേയരായി അവർ മത്സരിക്കുന്നു. മത്സരത്തിൽ മുന്നേറിയവർ വിജയികളാകുന്നു, പിറകിലാകുന്നവർ പരാജയപ്പെടുന്നു. മുഹ്സിനുകൾ വിജയിക്കുകയും മുബ്തിലുകൾ പരാജയപ്പെടുകയും ചെയ്യുന്ന ആ ദിവസത്തിന്റെ ഗൗരവം പരിഗണിക്കാതെ ചിരി തമാശകളിൽ മുഴുകുന്നവന്റെ കാര്യം അത്ഭുതമാണ്. ചിരി തമാശകൾ ഒഴിവാക്കി കളിതമാശകൾ വേണ്ടെന്ന് വെച്ച് റമളാനെ ഏറ്റവും ഗൗരവത്തിലെടുത്ത് റമളാന്റെ ഓരോ സന്ദർഭങ്ങളെയും അറിഞ്ഞ് അനുഭവിച്ച് മുന്നോട്ട് പോയി വിജയികളാകാൻ കഴിയണം. സഹാബികൾക്ക് തൊട്ട് ശേഷമുള്ള തലമുറയായ താബിഈകളിൽ അതിപ്രമുഖനായ ഇമാം ഹസനുൽ ബസരി പറഞ്ഞതുപോലെ മത്സരിച്ച് വിജയിക്കാൻ, നന്മകളിൽ മുന്നേറാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.